വാസുദേവ, എങ്ങനെയാണ് ശുദ്ധമായ ഭക്തിയുണ്ടാകുക? അതിനെന്തെല്ലാം ചെയ്യണം? കേട്ടുകൊള്ളൂ പാർത്ത. ശുദ്ധമായ ഭക്തി എന്നാൽ ശുദ്ധമായ മനസ്സുണ്ടാകണം. അതിനെപ്പോഴും ഈശ്വര ചിന്തയും ഈശ്വര സമർപ്പണവുമായ ജീവിതം നയിക്കണം. എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരൻ്റെ അംശമാണെന്ന് കരുതി എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരുടെയും എല്ലാവിധ കാര്യങ്ങളിലും നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം. നിസ്വാർത്ഥപരമായ കർമ്മങ്ങൾ ചെയ്യുകയും അതിലുപരി മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകുകയും വേണം. സദാസമയവും ഈശ്വര ചിന്തയും ഈശ്വര കർമ്മങ്ങളിലും മുഴുകി ജീവിക്കുകയും വേണം. കൂടാതെ ധർമ്മഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതു മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. എല്ലാ കർമ്മങ്ങളും നിസ്വാർത്ഥമായി ചെയ്യുകയും അതിലൊന്നും തൻ്റേതെന്ന ഭാവമില്ലാതെ എല്ലാം ഈശ്വരനാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തിയുള്ളവൻ. അവന് മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സംഭവിക്കുകയുള്ളൂ. യഥാർത്ഥപരമായ മനുഷ്യൻ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. എല്ലാവരിലും നന്മ കാണുകയും എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സുള്ളവനാണ് യഥാർത്ഥ മനുഷ്യൻ. അവന് മാത്രമേ ലോകത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യനായി ജീവിക്കാൻ നീ ശ്രമിക്കൂ പാർത്ത. സർവ്വതിലും വിജയങ്ങളുണ്ടാകുന്നത്